ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. സമയം ഇപ്പം നന്നായിട്ട് നേരം വെളുത്തുണ്ട്, ഒരു 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് നല്ല പനിയായിരുന്നു ഇന്നലെയും മെഞ്ഞാന്നൊക്കെ. അപ്പോൾ ഇന്നും എന്തായാലും എനിക്ക് വർക്കിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വർക്കിൻ്റെ കാര്യം ആലോചിച്ച് ഒരു ടെൻഷൻ അപ്പറുണ്ട്. പനിയാണെങ്കിൽ ആലോചിച്ച് എനിക്ക് അനങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് വീട്ടിലുണ്ടാവും. അപ്പം ഞാൻ വീട്ടിലുണ്ടാകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറേ പേര് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യ് പറയുന്നുണ്ട്. മിക്കവാറും ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇനി ഫാമിലി ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എല്ലാവരും ഇവിടെ ഉണ്ടാവും, ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പം എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ട്. രാവിലെ എണീറ്റപ്പം തന്നെ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ ഡെയിലി കിടന്നുറങ്ങുക ഈ സോഫേമലാണ് ഗൈസ്. എനിക്ക് സത്യം പറയാൻ നിങ്ങൾ വിചാരിക്കും, ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സോഫ ഇല്ലാണ്ട് പറ്റൂല. ഞാനൊരു ക്ലീനിങ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എത്ര പേരോട് ചീത്ത കേട്ടാലും എനിക്ക് സോഫ മുഖ്യം വെക്കില്ല. ഇതിനോട് പേര് പറയും സോഫ എടുത്ത് കൊണ്ടേക്കോട്ടെ മാറ്റി എന്നൊക്കെ പറയും. എന്നാലും എനിക്ക് സോഫേമ തന്നെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഈ സോഫേമെന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. ഇന്നും ഈ സോഫേമെന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യൽ. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലോട്ട് പോവാം. സോ ഒരിക്കൽ കൂടെ ഹാപ്പിയോടുകൂടി ഞാൻ പറയുകയാണ്, വെൽക്കം ടു മാളു സ്റ്റോറീസ്. ഗൈസ്, എനിക്ക് ഇങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം. വീട് ഓൾമോസ്റ്റ് പെയിൻ്റ് അടിക്കാത്തതിൻ്റെ എല്ലാ തകരാറുകളും വീട്ടിലുണ്ട്. കാരണം ഏത് ചുമരിൽ വെച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നന്നായിട്ട് ചളി പിടിച്ചിട്ടുണ്ട്. കാരണം ഇതിനും കാരണം ഞാൻ തന്നെയാണ്. കാരണം കൺമഷി ചെയ്ത് അറിയാണ്ട് തുടച്ചു പോകും. അയ്യോ തുടച്ചല്ലോ എന്നുള്ള അവസ്ഥയാണ്. ഞാൻ കൺമഷിയൊക്കെ തുടച്ച സ്ഥലം ഞാൻ നിങ്ങൾ തന്നെ ചൂലെടുത്തടിക്കും ഗൈസ്. പിന്നെ എൻ്റെ വീട്ടുകാരടിക്കാണ്ട് നിൽക്കുക, അത്രയും അവസ്ഥാനമാണ്. നമ്മൾ വീടെന്തായാലും മൊത്തം റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ വ്ളോഗ്സിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റിനോവേഷൻ മസ്റ്റാണ്. എൻ്റെ ഒരു ഡ്രീമാണ് വീട് മുകളിലേക്ക് എടുക്കുക, ഫുള്ള് ഇൻറ്റീരിയർ ചെയ്യുക, മുറ്റത്താണെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യുക, ഗേറ്റ് വെക്കുക എന്നൊക്കെ ഉള്ളത് എൻ്റെ ഭയങ്കര ഡ്രീമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അച്ചീവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗ്സിലൊക്കെ നിങ്ങൾ കാണും. നമ്മൾ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യും. സോ എൻ്റെ ഫേസ് വാഷ് ബ്രാൻഡൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെല്ലാവരും ചോദിക്കും പിന്നെ ഏതാ ബ്രാൻഡ് വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് എടുക്കാനായിട്ട് ഞാൻ വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ്ഡ് ആയുർവേദ ഫ്രഷ് നീമിൻ്റെ പിമ്പിൾ കൺട്രോൾ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ബിസ്മിയിൽ പോയി വാങ്ങിയാണ്. അതിൻ്റെ റിവ്യൂസ് ഒന്നും കണ്ടില്ല. ബിസ്മിയിൽ ഒരുപാട് ടൈപ്പ് ഫേസ് വാഷ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇൻഗ്രീഡിയൻസ് കണ്ട സമയത്ത് കുറച്ചും കൂടെ ഒരു അടിപൊളിയായിട്ട് തോന്നി. അതിൻ്റെ പിമ്പിൾസ് പിന്നെയും വരുന്നുണ്ട്. വിദേശ ടൈമിൽ പിമ്പിൾസ് ഒന്നുകൂടെ പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ്. സോ നമുക്കപ്പം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓയിൽ കൺട്രോളാണ്, പെട്ടെന്ന് ഫേസ് ഓയിലി ഒന്നാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇനി ഇങ്ങനെ എടുത്ത് ഉരയ്ക്കരുത്. പക്ഷേ ഇനി ഞാൻ ഇങ്ങനെ എടുത്ത് ഉരയ്ക്കാം. കാരണം എനിക്ക് അത്രയും ബോഡി പെയിൻ കൊണ്ട് ഇളകാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ഫേസ് വാഷ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ പല്ല് തേപ്പും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സോ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്കിൻ കെയർ ഉണ്ട്. സോ ആ സ്കിൻ കെയർ കാര്യങ്ങൾ ഞാൻ ഈ വ്ളോഗിൽ ഇടുന്നില്ല. കാരണം എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞ വ്ളോഗിൽ വരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ പോയി വേഗം സ്കിൻ കെയർ ചെയ്ത് വരാം. അപ്പോൾ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണം എന്ന കോൺസെപ്റ്റ് ഞാൻ ഇന്നലെ 2 ദിവസം പനി കൊണ്ട് ഞാൻ മാറ്റി വെച്ച് എന്തെങ്കിലും കുടിക്കണം. കാരണം അമ്മ എനിക്ക് നല്ല ചൂട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോയത്. അപ്പോൾ നല്ല ചൂട് കഞ്ഞി കുടിക്കണം. കാരണം എനിക്ക് എല്ലാത്ത ഒരു ഹെവിയും കട്ടായ സാധനങ്ങളും എനിക്ക് കുടിക്കാനേ തോന്നുന്നില്ല, കുടിക്കാനേ പറ്റുന്നില്ല. ചിലപ്പം എൻ്റെ ഫുഡ് അടി കൊണ്ട് പടച്ചോ മനഃപൂർവ്വം തന്നേക്കും 2 ദിവസം ഈ കഞ്ഞി കുടിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ അത്രയും വിചാരിച്ചിട്ടുള്ളൂ. കാരണം ദൈവത്തിൻ്റെ ഓരോ കുസൃതികൾ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ തളർന്നിട്ടൊന്നുമില്ല കേട്ടോ. വർക്കൊക്കെ ഒരുപാട് പെൻഡിങ് ആണ്. അതിനുവേണ്ടി മാക്സിമം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നാൽ പോരാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് ഇനി കഞ്ഞി കുടിക്കാം.
കഞ്ഞി കാണിച്ചു തരാം. നെല്ലുത്തേരി കഞ്ഞിയാണ് ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഇവിടെ പുട്ടും കറിയും മീൻ പൊരിച്ചവും ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കഴിച്ചോണ്ടി, കഞ്ഞി മാത്രം ആക്കണ്ട, നല്ലോണം വെള്ളം കുടിക്കണം, മരുന്ന് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ പോയത്. ഓ ആയിക്കോട്ടെ ശരി. എന്നാലും അമ്മ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒറ്റയ്ക്ക് ഇവിടെ കുത്തിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ലീവ് ആയിക്കാളെ. അപ്പം അമ്മ പറയും നാളെയും മറ്റന്നാളും ലീവാണ് പോസ്റ്റ് ഓഫീസ്, എന്തോ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ എന്തൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ ഇന്ന് പോയില്ലെങ്കിൽ വർക്കൊക്കെ പെൻഡിങ് ആവും, കത്തൊക്കെ പെൻഡിങ് ആവും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഉച്ചയാകുമ്പോൾ അച്ഛൻ വരും ഫുഡ് കഴിക്കാനൊക്കെ. പിന്നെ റോണി ഉണ്ടല്ലോ, പിന്നെ അതിൽ പല ആരും എനിക്ക് വേണ്ട, അവൻ്റെ സ്വൈര്യക്കേട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഇരുത്തിയാൽ പോലും ഒന്നെങ്കിൽ എൻ്റെ തുണി വാരിടും, അല്ലെങ്കിൽ എന്നെ പേപ്പർ അടിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ള ആധാർ കാർഡ് ഒരു പാൻ കാർഡ് ഇതൊക്കെ തന്നെ ഒരു കടിച്ചു കൊണ്ടുപോകുള്ളൂ കേസ്. വേറെ ഒന്നും അവൻ്റെ വായിൽ കിട്ടൂല എന്നുള്ള അവസ്ഥയാണ്. അപ്പം എന്തിന് നമ്മൾ അണ്ടർവെയർ വരെ കടിച്ചു കൊണ്ടുപോകുന്നുള്ള അവസ്ഥയാണ്. അത്രയ്ക്കും സൗകര്യക്കേടാണ് അവനെക്കൊണ്ട്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യും ഗൈസ്, കാരണം അവനെ ഉണ്ടാവുക. ഞാൻ അധികം വീട്ടിൽ ഞാൻ അവനും തന്നെ ഉണ്ടാവുക. കാരണം എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്നും പോയി മാസം ഒരു ഫിക്സഡ് സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഡേറ്റ് മാറ്റാം. അതുകൊണ്ട് തന്നെ 2 ദിവസം ലീവ് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മളെന്താ പറയുക, നമുക്ക് നേരെ കഞ്ഞി കുടിക്കാൻ പോവാം. സത്യം പറഞ്ഞാൽ എനിക്ക് കഞ്ഞി എന്ന് പറയുന്ന സാധനത്തിനോടേ കലിപ്പ. എനിക്ക് ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തൊരു സാധനം കഞ്ഞി. എൻ്റെ അച്ഛനൊക്കെ ഇവിടെ കഞ്ഞി അഡിക്റ്റഡ് ആണ്. പക്ഷെ കഞ്ഞിയും ചെറുപയറും കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട, 4 നേരം അത് കുടിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ കൊല്ലുന്നതിന് സമ്മതം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൻ എന്നെ കളിയാക്കും, കഞ്ഞി കുടിക്കാത്ത ആൾ. അവരൊക്കെ കഞ്ഞി കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കഞ്ഞി ആവുമെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പം 4 നേരം കഞ്ഞി കഴിച്ചു, കർമ്മ. പക്ഷെ ഇപ്പം എനിക്ക് കഞ്ഞി എന്ന് വെച്ചാൽ ജീവന. കഞ്ഞി കുടിക്കുമ്പോൾ ആ ഒരു സുഖമുണ്ട് ശരീരത്തിന്, അത് ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം പോയി കഞ്ഞിയിൽ ഉപ്പിട്ട് കുടിക്കുക. ഉപ്പ് കുറച്ച് ഉപ്പേ ഇടുന്നുള്ളൂ. കഞ്ഞി എടുത്ത് വരാം. സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും ബിരിയാണി ഈസ് ആൻ ഇമോഷൻ. അതേപോലെ ഞാനിപ്പോൾ പറയും കഞ്ഞി ഈസ് ആൻ ഇമോഷൻ. കാരണം ഇത് കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറിൽ തരി കുറവാണ്. കാരണം വെള്ളം കൂടുതൽ കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് യൂറിനിലാണ് ഇൻഫെക്ഷൻ. പ്രത്യേകിച്ച് വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിലാണല്ലോ അത് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടുതലാക്കിയിട്ട് തരിയേ വേണ്ട. കാരണം ഇതിൻ്റെ തരി പോലും എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല, അത്ര പോലും ഇറക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെള്ളം കൂടുതൽ വെച്ചാൽ തരി കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞ് അതേ കറക്റ്റ് സെയിമിൽ അമ്മ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ തരി കൂടുതലായിരുന്നു. കാരണം വയറ്റിൽ എന്തെങ്കിലും എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് ഞാൻ തരി വേണ്ട എന്ന് പറഞ്ഞതിന് ആക്ച്വലി ഇപ്പം ഓൾമോസ്റ്റ് അല്ല, ഇന്നലെ അമ്മ രാത്രി എന്നെ ഇങ്ങനെ ഞാൻ ഇവിടെ സോഫയിൽ കിടന്ന് ഫോണിൽ കളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് നല്ല ചൂട് മാന്തക്കറി, മാന്ത മുളകിട്ടതും മാന്ത പൊരിച്ചതും നല്ല ചൂട് ചോറും ഉണ്ട് വാ കഴിക്കും. അത് കേട്ടപ്പോൾ എനിക്ക് വേണ്ട. സാധാരണ മീൻകറി അതേ എക്സ്പ്രഷൻ അതൊക്കെ വേണ്ട. കാരണം സാധാരണ മീൻ്റെ ചാറില്ലാണ്ട് ചോറിറങ്ങാത്ത ഞാനാണ് ഗൈസ്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പം അമ്മക്ക് എന്താ ഭയങ്കര അതിശയായി പോയി, വേണ്ട. പിന്നെ അമ്മക്ക് മനസ്സിലാവല്ലോ ഞാൻ ഇത്രയും ദിവസം കഴിക്കാഞ്ഞാൽ തന്നെ എനിക്ക് എത്രയും പറ്റായിട്ടാണ്. ഒരു ഇതാണെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും കഴിക്കും. ചൂട് മീൻകറി ടേസ്റ്റ് എനിക്ക് അറിയുന്നില്ല, ഇപ്പോഴും അറിയുന്നില്ല സത്യം പറഞ്ഞാൽ. ഈ കഞ്ഞിയിൽ കഴിഞ്ഞ ദിവസം പനി വന്ന ഫസ്റ്റ് ദിവസം ഞാൻ ഇവിടുന്ന് ഉപ്പിട്ട് ഇതിലും വലിയ പാത്രത്തിലാണ് ഫസ്റ്റ് ദിവസം എനിക്ക് കഞ്ഞി വന്നു. ഞാൻ ഇതെന്തിനും ഒരാഴ്ചത്തേക്കുള്ള കഞ്ഞി ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പം കുടിച്ച് ഞാൻ തന്നെ ക്വാണ്ടിറ്റി കൂട്ടിക്കോളി എന്ന് പറയും. അതിപ്പോൾ കഞ്ഞി തന്നെ ഫുഡുള്ളൂ. അപ്പം ബോഡിയിൽ എപ്പോഴും വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതൽ വേണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഉപ്പിട്ട്, അമ്മ ആദ്യം ഉപ്പിട്ട് കൊണ്ടുവന്ന് അത് തീരെ ഉപ്പില്ല. ഞാൻ ഉപ്പിട്ട് അവസാനം ഒരു 500 പാക്കറ്റിലുള്ള 250 ഗ്രാം ഉപ്പ് ഞാൻ ഇതിലിട്ടുണ്ട്. എന്നിട്ടും അറിയുന്നില്ല. ഓക്കെ, അത് കുടിച്ച് ഫസ്റ്റ് ദിവസം അത്രയും ഉപ്പിൽ ഞാൻ കുടിച്ചു. പക്ഷെ എനിക്ക് അത്ര പോലും ഉപ്പ് അറിയുന്നില്ല നാക്കിന്. പിറ്റേന്ന് ഈവനിങ് ഞാൻ പനി കുറച്ച് കുറവുണ്ട്. കാരണം നമ്മൾ വേർത്തൊലിച്ചാൽ പനി പോയി എന്ന് വിചാരിച്ച്. പക്ഷെ ഇപ്പോഴത്തെ പനി നിസ്സാരക്കാരനല്ല ഗൈസ്. കാരണം നമ്മളത് കൂടുതലായിട്ട് പറ്റിക്കും. പനി പോയി വന്നു, പക്ഷെ പോയേ ഇല്ല. നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഞാൻ വേർത്തൊലിച്ചപ്പോൾ തന്നെ ഓക്കെ, ഞാൻ എണീറ്റ് നടക്കുന്ന കണക്കായി നാവിൽ കുറച്ചുകൂടെ ടേസ്റ്റും ഇതൊക്കെ വന്ന സമയത്ത് അമ്മ ഉപ്പിട്ട് കൊണ്ടുവന്ന് അത് എനിക്ക് പിടിച്ചില്ല. ഞാൻ എന്താക്കി, തലേന്നത്തെ പോലെ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം ഉപ്പ് ഞാൻ ഇന്നലത്തെ പോലെ വാരിട്ട് അത് കച്ചിട്ട് വായിൽ വെക്കാൻ പറ്റില്ല. അമ്മ പറഞ്ഞ ഈ സെയിം ഉപ്പിട്ടിട്ട് ഇന്നലെ കുടിച്ചത്. കാരണം അതാണ് വ്യത്യാസം. പിന്നെ അതാണ് പനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. മുഴുവനായിട്ട് മാറിയെന്ന് ചോദിച്ചാൽ മാറിയില്ല. ഇപ്പം തന്നെ എനിക്ക് നല്ലോണം തലചുറ്റി വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ സംസാരിക്കാമെന്ന് പറ്റുമ്പോൾ തന്നെ എൻ്റെ മോണ ഇളകുമ്പോൾ തന്നെ എനിക്ക് നല്ലോണം പെയിന് കൂടുതലായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ വ്ളോഗ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രദ്ധിക്കും.
ഞാൻ കഞ്ഞി ഞാൻ കുടിച്ച് തീർക്കണം, അതിനുള്ള ചൂടും കൂടെ തണിയും. കാരണം അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരമായി വിളിക്കുന്നു, വാ എനിക്ക് മരുന്ന് രാവിലെ തന്നെ കുടിക്കണം, കറക്റ്റ് സമയം കഞ്ഞി കുടിക്കണം, വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറവാ എണീക്ക് വർക്കുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുത്തിക്കൊണ്ടിച്ച് പോയെന്നാണ് പാവം. അമ്മയ്ക്ക് ഒട്ടും വയ്യ. പക്ഷെ ഇന്ന് അവിടെ ഒരു പണിയും തീർക്കാറില്ല, എല്ലാ പണിയും അമ്മ തീർക്കില്ലെങ്കിലും അമ്മ തന്നെയാണ് മാക്സിമം എല്ലാ പണിയും തീർക്കുക. നമ്മളതായ കുറച്ച് പണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മ ഒന്നും വെച്ചു പോകുന്നതില്ല. നമുക്ക് അത്രയും വയ്യെങ്കിലും അതൊന്നും ചെയ്താലെന്ന് പറയുള്ളൂ. അത്രയും ഭാഗ്യമാണ് കേസ്. ബാക്കിയൊക്കെ വീട്ടിൽ തിരികെ അങ്ങനെ ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചു. അമ്മക്ക് അത്രയും വയ്യെങ്കിലേ ഫുഡ് ഉണ്ടാക്കാനൊക്കെ അവസ്ഥ വരുള്ളൂ, ഇല്ല അമ്മ തന്നെ മാക്സിമം എല്ലാം എടുക്കും. പിന്നെ തിരുമ്പാനും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. പിന്നെ തിരുമ്പാൻ എന്ന് പറയാൻ കുറേ ഇപ്പോൾ തിരുമ്പാൻ 2 ദിവസത്തെ അതിൻ്റെ മുന്നത്തെ 2 ദിവസവും പനിയായപ്പോൾ എനിക്ക് തിരുമ്പാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയാലോ എന്ന്. ഇപ്പോൾ ആണെങ്കിൽ ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വാഷിംഗ് മെഷീൻ ആകുമ്പോൾ എല്ലാവർക്കും സ്പൂണൊക്കെ ഒഴിവാക്കി കഴിച്ചിട്ടാണ് സുഖം കുടിക്കുക. അപ്പം നമ്മളെന്തായാലും ഒരു വാഷിംഗ് മെഷീൻ വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇനി അങ്ങോട്ട് വർക്കിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴും വീട്ടിലിരുന്ന് തിരുമ്പി കുത്തിരിക്കാമെന്ന് പറഞ്ഞാൽ സമയമില്ലാത്ത അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങാം ഗൈസ്. അപ്പം നമ്മൾ കഞ്ഞി ഒടിച്ച് കഴിഞ്ഞു. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗുളിക മൊത്തം ഞാൻ കുടിക്കണം. രാവിലെയും ഉച്ചക്കും രാത്രി ഒരു 4-5 ടൈപ്പ് ഓഫ് ഗുളികാസ് ഉണ്ട്. അങ്ങനെ ഈ ഗുളികയൊക്കെ പണ്ടൊക്കെ ഞാനൊരു ഗുളിക അത്രയും പനി വന്നാൽ എനിക്കങ്ങനെ പനിയെ വരില്ല. എപ്പോഴെങ്കിലും പനി വന്നാൽ തന്നെ 1-2 പ്രാവശ്യം ഗുളിക കുടിക്കും, പിന്നെ ഞാൻ കുടിക്കലില്ല. ഇവരെ വിചാരം ഞാൻ ഗുളിക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കേണ്ടതാണ്. ഗുളിക കുടിക്കുന്നതും അത്ര നല്ലതല്ല. പക്ഷെ ഇപ്പം ഞാൻ കുടിച്ചില്ല. കാരണം ഇനി മൊത്തം വരാൻ പോകുന്നത് ഫുൾ ട്രാവലിംഗ് തന്നെയാണ്. ഫുള്ള് ഓരോ ജില്ല വൈസ് തന്നെയാണ് പോകാനുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത് കുടിച്ച് മാറ്റിയെടുത്തേ മതിയാവും എന്നുള്ള ലക്ഷ്യബോധം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ എടുത്തിട്ട് കുടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഗുളികൊന്നും അത്ര കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിപ്പോൾ നിങ്ങളാണെങ്കിലും നമ്മൾ മാക്സിമം കഞ്ഞിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തൊക്കെ മാക്സിമം പനിയൊക്കെ മാറ്റിയെടുക്കുക എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അയ്യോ പോയി ഗൈസ്, കിട്ടി 4 ഗുളിക. 4 അര ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ മറ്റേ അരേൻ്റെ എടുക്കുന്നില്ല, ഒന്ന് കഴിച്ച് കുടിക്കാണ്. പിന്നെ അര കുടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കണക്ക് അര കഴിക്കില്ലേ, കുടിച്ചിട്ട് അര പൊട്ടിക്കും. നമ്മളെ ഗുളിക കുടിക്കൽ ചടങ്ങും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പെറുക്കി ഇതെടുത്തോളത്ത് തന്നെ കൊണ്ടുവച്ച് തരാം. ഇല്ലേ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ തന്നെ തപ്പണ്ടി വരും ഫുള്ള് എവിടെയാ വെച്ചതെന്നുള്ളത്. ഗൈസ് ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസമായി ലാപ്ടോപ്പ് ഓപ്പൺ ആക്കിയിട്ട്. അപ്പം ഞാൻ അന്നേരം രാത്രിയും കൂടെ കിടക്കുമ്പോൾ വിചാരിച്ചാണ് രാവിലെ എന്തായാലും ഒന്ന് ലാപ്പ് ഓപ്പൺ ആക്കണം എന്നുള്ളത്. അപ്പം ലാപ്പ് മെയിനായിട്ട് വാങ്ങാനുള്ള റീസൺ എന്ന് വെച്ചാൽ 1-2 ബിസിനസ് ആവശ്യങ്ങൾക്കും, പിന്നെ ബിസിനസ് പറഞ്ഞാൽ എനിക്കൊരു സോഫ്റ്റ്വെയർ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഇനി ക്രിയേറ്റ് ആവാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ലാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു വ്ളോഗർക്ക് ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഒരു ലാപ്ടോപ്പ് അത്യാവശ്യമാണ്. എനിക്കിപ്പം മനസ്സിലാവില്ല, സ്റ്റാർട്ടേഴ്സിന് മനസ്സിലാവില്ല. സോ ഞാനും ഒരു സ്റ്റാർട്ടറാണ്. പക്ഷെ കുറച്ചൊന്ന് സ്റ്റാർട്ടായി നമുക്ക് കുറച്ച് വ്യൂവും സബ്സ്ക്രിപ്ഷനൊക്കെ കൂടി വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് അത്യാവശ്യം എന്നുള്ളത്. ഇപ്പം ഞാൻ മെയിനായിട്ട് ലാപ്പ് വാങ്ങിയ കാര്യം എന്ന് വെച്ചാൽ, അപ്പം നിങ്ങളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഞാൻ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇരുന്ന് കൊടുക്കാനുള്ള ടൈം ഇപ്പം കിട്ടുന്നില്ല. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് എൻ്റെ അക്കൗണ്ട് ഒന്ന് ഒരു 10K ലെവലിൽ എത്തിയിട്ട് ഞാനത് കൊടുക്കും. കാരണം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചാനൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ള കുറേ കാര്യങ്ങൾ. വെറുതെ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്താൽ പോരാ, ഒരുപാട് എഫേർട്ട് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. കാണുന്ന ആളുകൾക്കൊക്കെ ഇന്ന് സക്സസ് ആയ പല യൂട്യൂബേഴ്സിനോട് ചോദിച്ചറിയാം, അവർ കഷ്ടപ്പെട്ട അതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ട ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ എഡിറ്റിംഗ് ആണെങ്കിലും ഞാനൊക്കെ ഉറക്കമൊഴിച്ചാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യൽ. ഒരു ഷോർട്ട് വ്ളോഗ് ആണെങ്കിൽ പോലും ഉറക്കമൊഴിച്ച് എഡിറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഷോർട്ട് വ്ളോഗ് ജസ്റ്റ് 1 മിനിറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ ബാക്കിൽ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അത് പലർക്കും അറിയില്ല. പലരും അതിൻ്റെ അടിയിൽ വരുന്ന പല വീഡിയോസിൻ്റെ അടിയിലും വരുന്ന കമൻസ് കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും ഇവരൊക്കെ എന്താ ഇങ്ങനെ ഈ ഒരു എഫേർട്ട് മനസ്സിലാക്കാണ്ട് പെരുമാറുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് കമൻസ് ഒക്കെ ഇടുന്നതെന്ന് വയ്ക്കുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടാവും. ഞാൻ പ്രത്യേകിച്ച് കമൻസ് ഒന്നും ഇടാൻ പോയില്ല. എന്ത് നെഗറ്റീവ്സ് ഇനി കണ്ടാലും പോസിറ്റീവ്സ് കണ്ടാലും ഒരു കമൻസും ഇല്ല. അത് കാണും, ലൈക്ക് ചെയ്യും,
മുന്നോട്ട് പോകും. അങ്ങനെ തന്നെയാണ് എല്ലാ വീഡിയോസും ചെയ്യുക. പിന്നെ അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ നല്ല നല്ല ഗുഡ് കമൻസ് ഒക്കെ ഇട്ട് അവരൊന്നും കൂടെ പ്രോത്സാഹിപ്പിക്കും ഗൈസ്. അത് ഞാൻ ചെയ്യുള്ളൂ. സോ എൻ്റെ ലാപ്പിൻ്റെ പാസ്വേഡ് എന്താണെന്ന് ഗെസ് ചെയ്യണം നിങ്ങൾ. ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ അടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഗെസ് ചെയ്യുക എന്തായിരിക്കും എൻ്റെ ലാപ്പിൻ്റെ പാസ്വേഡ് എന്നുള്ളത്. ഗൈസ് അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ലാപ്പ് ഓപ്പൺ ആക്കി. സോ ഇതാണ് ഗൈസ് എൻ്റെ ലോക്കിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത്. എൻ്റെ ഫോട്ടോ തന്നെയാണ്, കാരണം നമുക്ക് സെൽഫ് ലവ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഫേസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് മാറ്റണം. അപ്പം നമ്മളെന്തായാലും ഒരു ഫാമിലി പിക്ക് എടുക്കാൻ പ്ലാനിങ് ഉണ്ട് 4 ആളും കൂടെ. അപ്പോൾ ആ ഫാമിലി പിക്ക് ആക്കണം. അത് എടുത്തിട്ട് അതുവരെ ഞാൻ സെൽഫ് ലവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. സോ നമുക്കിനി നേരെ എൻ്റെ ഒരു യൂട്യൂബിൻ്റെ അനലിസ്റ്റിക്സ് ഒക്കെ ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഇതാണ് അപ്പോൾ എൻ്റെ ചാനൽ വരുന്നത്. 1.69K ആയി. നന്നായിട്ട് പെട്ടെന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട്, വ്യൂവേഴ്സൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ചാനലിൻ്റെ ഒരു ബാനർ. പക്ഷേ ഇത് കുറച്ചൊരു ബോറായോന്ന് തോന്നുന്നുണ്ട്. പിന്നെ ബാനർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഫോണിൽ തന്നെയല്ല എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് എന്തായാലും ഇന്ന് തന്നെ ബാനർ ചേഞ്ച് ആക്കണം. പിന്നെ അതിനുള്ള പണിയൊക്കെ എടുക്കട്ടെ. ആക്ച്വലി ഡെയിലി ഞാനിങ്ങനെ അനലിസ്റ്റിക്സ് ഒന്നും ഞാൻ ചെക്ക് ചെയ്യാറില്ല, കാരണം അതിനുള്ള സമയം എനിക്ക് ഉണ്ടാവില്ല. ഫ്രീ ആവുന്ന സമയത്തൊക്കെ ചെക്ക് ചെയ്യുക. പക്ഷേ അധിക ദിവസവും ഞാൻ ലാപ്പ് ഓപ്പൺ ആക്കിയിടലുണ്ട്, കാരണം ഇന്നും ലാപ്പിൻ്റെ മുന്നിൽ ഇരിക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പക്ഷേ ഡെയിലി ഒരു തവണയെങ്കിലും ഞാൻ ലാപ്പ് ഓപ്പൺ ആക്കിയിടലുണ്ട്. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ചെയ്യൽ അധികം. എഡിറ്റിങ് പഠിക്കാൻ വേണ്ടി ഞാൻ കുറേ സ്ട്രെസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം നമ്മൾ ഫോണിൽ വർക്ക് ചെയ്യുന്ന ലാപ്പാണ് ഏറ്റവും ഈസി മെത്തേഡ്. പക്ഷേ നമുക്ക് ഫോണിൽ വർക്ക് ചെയ്യുന്ന അത്രത്തോളം ഈസി ആയിട്ട് ഒരു ബിഗിനർക്ക് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പക്ഷെ നമ്മൾ പതിയെ പതിയെ പഠിച്ചെടുക്കണം. പക്ഷെ ലാപ്പിൽ പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓപ്ഷൻസൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാനും എഡിറ്റ് ഇങ്ങനെ ഞെക്കി ടൈം പീരീഡ് കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടുന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ലെവലൊക്കെ നന്നായിട്ട് ഹൈ ലെവലിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുള്ളതായിരിക്കും അതിൻ്റെ അർത്ഥം. കാരണം വ്യൂവേഴ്സിനേക്കാളും നമ്മളെ സബ്സ്ക്രിപ്ഷൻ ചെയ്യാമെന്ന് പറയുന്നത് എന്തായാലും നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും സബ്സ്ക്രിപ്ഷൻ ചെയ്യുക. അതേപോലെ നമ്മളെ നെഗറ്റീവ്സ് ആഗ്രഹിക്കുന്ന ആൾക്കാരും സബ്സ്ക്രിപ്ഷൻ ചെയ്യുക നമ്മളെ വീഡിയോ കാണുന്നത്. പക്ഷേ നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് എന്താ പറയുക ചിന്തിക്കുന്ന ആൾക്കാരും നമ്മുടെ പോസിറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. പല ആൾക്കാരും എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ അവരെൻ്റെ വീഡിയോ കാണുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ആ വീഡിയോൻ്റെ ലാസ്റ്റിലേക്കായിരിക്കും ആ ഒരു സംഭവം ഇൻസിഡൻറ്റ് ആ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ അവരെൻ്റെ വീഡിയോ ഫുള്ള് കാണുന്നുണ്ട്. പക്ഷെ അതാണ് എൻ്റെ വിജയം ഗൈസ്. അപ്പോൾ അങ്ങനെ വിചാരിക്കലേ ഉള്ളൂ, അല്ലാതെ ആ കമൻസിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ പോവില്ല. നമുക്ക് നോക്കാം. വ്യൂ മൈ ചാനൽ. വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് ചാനൽ ഓപ്പൺ ആക്കുന്നത് ഞാൻ തന്നെ തുള്ളിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിനി കുറച്ച് നേരം കൊലായിൽ വന്നിരിക്കുകയാണ്. നമ്മൾ കൊലായിൽ വന്നിരുന്ന് നല്ല തണുത്ത വായു ഒക്കെ ശ്വസിക്കുകയാണ്. തണുത്ത വായു ഒന്നുമില്ല ഗൈസ്, നല്ല നട്ടപ്പൊരു വെയിലാണ്. പക്ഷെ അമ്മ പോയ എപ്പോഴും ഞാൻ കുറച്ച് നേരം കൊലായിൽ വന്ന് ഉത്തിരിക്കും. ഇങ്ങനെ അകത്തന്നെ ഇരിക്കില്ല, കുറച്ച് കൊലായിൽ വന്നിരിക്കും. കൊലായിൽ വന്ന് ഉത്തരനായിട്ട് ഞാൻ മെയിനായിട്ട് ചെയ്യാം. തലേന്ന് രാത്രി ഒരു 8 മണി വരെ ഞാൻ അധികം ബിസിനസ് കോൾസൊക്കെ അറ്റൻഡ് ചെയ്യുള്ളൂ. പിന്നെ അതിന് ശേഷം അറ്റൻഡ് ചെയ്യില്ല. അപ്പം അതിനുശേഷം വരുന്ന കോൾസൊക്കെ ഉണ്ടാവും. ഒരു 9 മണി ഗ്യാപ്പിലൊക്കെ വിളിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഞാൻ ഇരുന്ന് ഈ ഒരു ടൈമിലായിരിക്കും വിളിക്കുക. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പണിയൊക്കെ തീർത്തതിന് ശേഷം വീട്ടിൽ വർക്കില്ലാതെ ഇരിക്കുന്ന ദിവസങ്ങളിലായിരിക്കും ഞാൻ ആ കോൾസൊക്കെ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ കുറേ പേർക്ക് നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിനെ തിരിച്ച് നമുക്ക് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും എൻക്വയറീസൊക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന് വിളിക്കുക. കൊലായിൽ ഇരുന്നാണ് ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കലൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നും നമുക്ക് 2 ദിവസം ഒരുപാട് കോൾസ് പെൻഡിങ് ആണ്, നമുക്ക് വിളിച്ച് തീർക്കാനുണ്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് വിളിച്ച് തീർക്കണം. വിളിച്ച് തീർത്തിട്ട് വ്ളോഗിൽ കാണാം. പിന്നെ മെയിനായിട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഹെൽത്ത് ഒന്നും ഓക്കെ ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. എനിക്ക് ഓൾറെഡി ഒരു വർക്ക് പെൻഡിങ് ഉണ്ട്. കാരണം ഈ പുള്ളി എന്നെ 4 മാസം മുന്നേ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രൊമോഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഒരു പ്ലേസ്മെൻറ്റ് വിസയൊക്കെ ആക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മളെ കാലിക്കറ്റുള്ള. അപ്പോൾ പുള്ളി എന്നോട് ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഓക്കെ ആവുകയാണെങ്കിൽ എന്തായാലും വരാമെന്ന്. അപ്പോൾ ഇന്ന് ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ ഉച്ചക്ക് അമ്മേനെയും കൂട്ടി ഒന്ന് ഞാൻ എന്തായാലും അവിടെ പോകും. കണ്ടന്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ വീഡിയോ എടുക്കുകയും വേണം.
അപ്പോൾ ഓക്കെ ആയാൽ മാത്രം ഞാൻ പോവും. പിന്നെ എൻ്റെ സിമ്മൊന്ന് ഫിസിക്കൽ സിം ആക്കാനുണ്ട്. ഞാൻ ഐഫോൺ ആയിരുന്നല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ ഐഫോണിന് പെട്ടെന്ന് വന്നപ്പം അത് ഡ്യുവൽ സിം ആയിരുന്നു. അപ്പോൾ അത് ഫിസിക്കൽ സിം ആക്കണം, സെപ്പറേറ്റ് സിം ആക്കണം. അപ്പോൾ അതിനൊന്ന് നമുക്കിന്ന് മാവൂരോട് എയർടെലിൻ്റെ ഓഫീസിലും പോകണം. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമുക്കിന്ന് മെയിനായിട്ട് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. കാരണം ബിസിനസ് കോൾസ് ഒക്കെ പെൻഡിങ് ആണ്. ആ ഒരു മൊബൈൽ ഫോൺ ഓഫായിട്ടാണ് കാണിക്കുന്നത് 2 ദിവസമായിട്ട്. എൻ്റെ നോർമൽ ഫോണിലേക്ക് പിന്നെ എൻ്റെ ഓൾമോസ്റ്റ് ഒരുപാട് കസ്റ്റമേഴ്സിന് എൻ്റെ പേഴ്സണൽ നമ്പേഴ്സ് അറിയാം. അപ്പോൾ അവരതിലേക്ക് കോൺടാക്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഒരു സിമ്മും കൂടെ എടുക്കാണ്ട് പേഴ്സണൽ നമ്പറായിട്ട്. കാരണം എൻ്റെ പേഴ്സണൽ നമ്പറും കൂടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലുണ്ടെന്നുള്ള അവസ്ഥയാണ്. അപ്പം എനിക്കൊരു ഫോണും കൂടെ മേടിക്കണം. ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിക്കണം. പിന്നെ ഐഫോൺ ഇവിടെ ഉണ്ട്. പക്ഷെ അത് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഫോൺ എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐഫോൺ. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. അത് ഞാൻ വേറെ വ്ളോഗ്സിലൊക്കെ കൊടുക്കാം. അപ്പം പിന്നെ എല്ലാവരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് മെയിനായിട്ട് ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് മാറാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ, കാരണം ഞാൻ മെയിനായിട്ട് നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. ഓൾമോസ്റ്റ് എല്ലാ റിയൽ എസ്റ്റേറ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്ന S23 അൾട്രയിലായിരുന്നു. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഇപ്പോഴും ഐഫോണിനോട് തന്നെയാണ്. പക്ഷേ ഐഫോൺ വിരോധി എന്നല്ല, പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. S24 അൾട്ര കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഈസിയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എവിടെയാണെന്ന് വെച്ചാൽ, കാരണം ഐഫോൺ ഈ ഒരു സൈസിലായിരുന്നു 30 വന്നത്. പക്ഷെ S24 അൾട്ര സത്യം പറഞ്ഞാൽ ഒരു പലക കയ്യിൽ കൊണ്ടു നടക്കുന്ന ഫീലുണ്ട്. ക്യാരി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം. പിന്നെ തഴങ്ങല്ലോ നമുക്ക്. പിന്നെ ഓക്കെ ആയി. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു വേണ്ടിയില്ലായിരുന്നു, 50 Pro Max എടുത്താൽ മതിയായിരുന്നു. പിന്നെ 50 Pro Max ഇപ്പം എടുത്താൽ തന്നെ 60 സെപ്റ്റംബറിൽ ലോഞ്ചാണ്. അപ്പോൾ ഇതെന്തായാലും S24 2 വർഷം എന്തായാലും ഞാനിത് ഉപയോഗിക്കും. കാരണം ഞാൻ റെഡി പേയ്മെൻ്റ് ഒക്കെ എടുത്ത സാധനമാണ്. നമ്മൾ കുറച്ചെങ്കിലും ഓർഡറില്ല. കാരണം ഐഫോൺ ജസ്റ്റ് 6 monthsേ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പം നമ്മൾ ഇവർ 2 വർഷം എന്തായാലും ഉപയോഗിക്കണം. 2 വർഷം ഉപയോഗിച്ചിട്ട് ഞാൻ എന്തായാലും അപ്പോൾ 70 ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്തായാലും ഐഫോണിലേക്ക് തന്നെ മാറും. അപ്പോൾ ഇപ്പം എൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ S24 അൾട്ര എടുത്ത് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഔട്ട്ഡോറിന്ന് ഇൻഡോറിന്നൊക്കെ പ്രൊമോഷൻ വർക്കൊക്കെ വന്നതിനെ കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതാണ് മെയിൻ റീസൺ. ദെൻ ഞാൻ മൈക്ക് ഇപ്പോൾ യൂസ് ചെയ്യാത്തത് മൈക്ക് ഓഫായി കിടക്കുകയാണ്. കാരണം 2 ദിവസം മൈക്കിനെ പറ്റൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് മൈക്കൊക്കെ ഒരു മൂലക്കലായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ എടുത്ത് ഓണാക്കി നോക്കി ഓണാവുന്നില്ല. ഇനി കുത്തിടണം. ഉച്ചയ്ക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്ന് ചാർജ് ചെയ്തിടട്ടെ. ഞാൻ കുറച്ച് കോൾസൊക്കെ ഒന്ന് വിളിച്ചിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. കിടക്കാച്ച ഒരു മൂവി കണ്ട് നമ്മുടെ 6-ാം തമ്പുരാനാണ് ഗൈസ്. ഇത് എത്ര കണ്ടാലും മടുക്കൂല. ഞാൻ കുറച്ച് നേരം ഒന്ന് കാണേണ്ടത് ലാസ്റ്റ് ഭാഗമാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് വാച്ച് ചെയ്യട്ടെ ഗൈസ്. ഗൈസ് റോണി ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ കിടന്നുറങ്ങുന്നു. എനിക്കൊന്നും ഇങ്ങനെ പട്ടാ പകലിങ്ങനെ കിടന്നുറങ്ങാൻ പറ്റൂല ഗൈസ്. അതിന് അത്രയും നേരം കിടന്നുറങ്ങുന്നുണ്ട്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനേ പറ്റില്ല. ഇവ രാത്രി കക്കാൻ പോയതാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം രാത്രി ഇവ ഇതേപോലെ കിടന്നുറങ്ങുന്ന ഗൈസ്. ഞാനൊക്കെ മുള്ളാൻ എണീറ്റാൽ ഇവൻ്റെ അങ്ങനെ കിടന്നുറങ്ങുന്ന നിലത്ത് ഇപ്പോഴും ഇത് കിടന്നുറങ്ങുന്നത്. ചായ പോലും അവൻ രാവിലെ കൊടുത്ത ഫുഡ് പോലും അവൻ കഴിച്ചില്ല. ഫുൾ ഉറക്കമാണ്. ഇനി ഇത് എത്ര മണിക്ക് എണീക്കാന്നറിയില്ല. ഇനി ചിലപ്പോൾ ഞാൻ ഒരു 1:30-2 മണിക്ക് വീഡിയോ ഷൂട്ട് കണ്ടാൽ ആ സമയത്ത് ഇവൻ ഇതേപോലെ കിടന്നുറങ്ങും ഗൈസ്. സത്യമായി എനിക്ക് കൊതിയാവാൻ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ. ഇനി ഒരു മല കുലുങ്ങിയാൽ പോലും ഇവൻ അറിയില്ല, ഭൂമി കുലുങ്ങിയാൽ പോലും അറിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇവൻ കിടന്നുറങ്ങുക ഗൈസ്. വീട്ടിലൊക്കെ ഇങ്ങനെ പട്ടികളുണ്ടെങ്കിൽ അവർ ഇത്രയ്ക്ക് നേരം കിടന്നുറങ്ങുമോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഇവൻ്റെ മാത്രം സൂക്കേടാണോ എന്ന് എനിക്കറിയില്ല. ഇവൻ ഇങ്ങനെയാണ് ഗൈസ്, കിടന്നുറങ്ങിയാൽ പിന്നെ അറിയില്ല. അപ്പം നമുക്ക് കുറച്ച് നേരം TV കാണാം ഗൈസ്. നമ്മുടെ പുലിമുരുകൻ മൂവി ഉണ്ട്. ഇതും എപ്പോഴും ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഒരു മൂവി എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ഇവിടെ കുറേ വാശി പിടിച്ചിനു. ആ സമയത്ത് കൊണ്ടുപോയില്ല ഗൈസ്. പക്ഷെ TV ഞങ്ങൾ വെച്ചിട്ടായിരുന്നു കണ്ട. ഫുൾ ലൈറ്റൊക്കെ ഓഫാക്കി. അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു മൂവി. അപ്പോൾ ആ മൂവിയും ലാസ്റ്റിലേക്കാണ്. കാരണം ഞാൻ തുറന്ന സമയം കുറച്ചുകൂടെ നേരത്തെ തുറക്കണേലും. പക്ഷെ എന്നാലും ലാസ്റ്റ് പാർട്ട് അടിപൊളിയാണല്ലോ. കുറേ സ്റ്റണ്ടും സീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുലിമുരുകൻ കാണാം. പത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇത് കഴിക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളിത് വത്തൊക്കെ കട്ട് ചെയ്ത് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ ഒപ്പീനിയൻസ് ഉണ്ടാവും. സോ എങ്ങനത്തെ വീഡിയോസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ വീഡിയോസ് ഇടണം എന്നൊക്കെയുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും. സോ അങ്ങനത്തെ ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ കൂടുതലായിട്ടും അങ്ങനത്തെ വീഡിയോ ഫോക്കസ് ചെയ്ത് ചെയ്യുക. കാരണം എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനത്തെ വീഡിയോസ്. സോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസ് ഇടുമ്പോൾ എല്ലാത്തിനും ഏകദേശം സെയിം വ്യൂവും സെയിം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്.
അപ്പം മെയിനായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന രീതിയിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഇടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ മാളു സ്റ്റോറീസ് എന്നുള്ളൊരു നെയിം വെക്കാൻ തന്നെയുള്ള റീസൺ അതാണ്. സോ മാളു സ്റ്റോറീസ്, മാളൂസിൻ്റെ ലൈഫിൽ നടക്കുന്ന സ്റ്റോറികൾ. സോ എന്ത് സ്റ്റോറി ആയിക്കോട്ടെ, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാം, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നില്ല, എൻ്റെ കരിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ചാനലിൽ കൂടെ ആയിരിക്കും നിങ്ങൾ അറിയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ അറിയണം എന്ന രീതിയിലാണ് ഞാൻ അങ്ങനെ മാളു സ്റ്റോറീസ് എന്ന് പറഞ്ഞ് കൊടുത്തതും. അപ്പോൾ അതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തൊക്കെ വേണമെന്നുള്ള ഈ വീഡിയോൻ്റെ അടിയിൽ. ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ല ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. അത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മെലാനിൻ്റെ അളവൊക്കെ കൂടും. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, മെലാനിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് കളർ തരുന്നൊരു സംഭവമാണ്. മെലാനിൻ്റെ അളവ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ എന്നെ പോലെ 4 നേരം കുത്തിയിരുന്ന് വത്തക്ക കഴിക്കരുത് നിങ്ങൾ, ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്. നിങ്ങൾ ഒരു നേരം ഫ്രൂട്ട്സ് ആക്കുക എപ്പോഴും. ഒന്നെങ്കിൽ നൈറ്റ് ഫ്രൂട്ട്സ് ആക്കുക, രാവിലെ മസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ വീട്ടിൽ, പുട്ടാണോ ചപ്പാത്തി ദോശ ഇഡ്ഡലി എന്ത് വേണമെങ്കിലും കഴിക്കാം. ഒരു നേരം ഫ്രൂട്ട്സ് ആക്കുക. എന്നെപ്പോലെ ഓവർ കോൺഫിഡൻസിൻ്റെ പേരിൽ തടി കുറയ്ക്കണം എന്നുള്ളതിൻ്റെ പേരിലൊക്കെ 4 നേരം വത്തക്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചാൽ കഴിഞ്ഞാൽ പണി കിട്ടും. വത്തക്ക കഴിക്കാൻ എനിക്ക് പറഞ്ഞ നാളെ എൻ്റെ ട്രെയിനറാണ്, ജിം ട്രെയിനർ. പുള്ളി പറഞ്ഞാണ് വത്തക്ക തിന്നാൽ എനിക്ക് വിശപ്പേ വരില്ല. കാരണം എനിക്ക് ഭയങ്കര വിശപ്പാണ് ഇപ്പോൾ. ഒന്നാമത് പുറത്ത് ട്രാവൽ ചെയ്യുന്നതിനെ കൊണ്ട് ഒടുക്കത്തെ വിശപ്പാണ്, പെട്ടെന്ന് വിശക്കും. അപ്പോൾ പുള്ളിനോട് ഞാൻ പറഞ്ഞു എനിക്ക് വിശപ്പിൻ്റെ അസുഖം വല്ലാണ്ടുണ്ട്. അപ്പോൾ പുള്ളി അടി കിട്ടാത്തതിൻ്റെ കുറവാന്നൊക്കെ പറഞ്ഞു പ്രാവശ്യം. അപ്പോൾ എന്നോട് വന്ന് വത്തക്ക കഴിച്ചായി. വത്തക്ക ആകുമ്പോൾ വെള്ളത്തിൻ്റെ കണ്ടന്റും ഉണ്ട്. വത്തക്ക നമുക്ക് കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് വയറൊരു ദമ്മാവുന്ന മാതിരിയാണല്ലോ, ഫില്ലാവുന്ന മാതിരി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വത്തക്ക വാങ്ങി കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ വത്തക്ക ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചേ ഞാൻ കഴിക്കുള്ളൂ, അത് ഞാൻ ഉറപ്പിച്ചു. ഗൈസ്, അപ്പം നമ്മൾ വത്തക്കയൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്, സത്യം പറഞ്ഞാൽ നല്ല ബോഡി പെയിൻ ഉണ്ടായി. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് സോഫയിൽ കിടന്ന്. അപ്പം ഇന്ന് ഞാൻ ആക്ച്വലി ഇപ്പം സമയം ഒരു 3 മണി 3:30 ആയിട്ടുണ്ടാകും. ഉച്ചക്കത്തെ മരുന്ന് ഞാൻ കുടിച്ചില്ല. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് കഞ്ഞി ഞാനിപ്പോൾ കുടിക്കുന്നില്ല. നമുക്ക് ഉച്ചക്കത്തെ മരുന്ന് കുടിക്കാണ്ട്. ഉച്ചക്കാകെ ഒറ്റ മരുന്നേ വരുന്നു, ഒറ്റ ഗുളിക കുടിക്കാനേ ഉള്ളൂ ഉച്ചക്ക്. ഇന്ന് ആൻറ്റിബയോട്ടിക് മാത്രം കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നാക്കുണ്ടെങ്കിൽ അപ്പം ഞാൻ ആ മരുന്ന് മാത്രമേ കുടിക്കുന്നുള്ളൂ ഉച്ചയ്ക്ക്. പിന്നെ രാത്രിയും കുറച്ചധികം മരുന്നുണ്ട്, കാരണം രാത്രി പനി കുറച്ച് അധികമാണെന്ന് പറഞ്ഞതിനെ കൊണ്ട് രാത്രിത്തെ മരുന്ന് തന്നുണ്ട്. സോ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഞാൻ വീട്ടിലെ ഒരു ദിവസം എങ്ങനെയെന്നുള്ളതാണ്. അമ്മയും അച്ഛനും ഇപ്പോൾ വരും. അവർ ഏകദേശം 3 മണി 3:30 ആകുമ്പോൾ എത്തും. അമ്മ കുറച്ച് നേരത്തെ എത്തലുണ്ട്, 2 മണി 2:30 ആകുമ്പോൾ എത്തലുണ്ട്. കാരണം ആ സമയം എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്ത് കൊടുക്കുന്നതിനനുസരിച്ച് കുറേ കത്ത് കൊടുക്കുകയാണെങ്കിൽ 4 മണി 5 മണി ആവുകയും ചെയ്യും. അപ്പം ഇപ്പം അവർ വരും. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. സോ എൻ്റെ വീഡിയോ കുറേ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒന്നാമത് ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആരെങ്കിലും കിട്ടിയാലും ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാൻ മതിയാവും. അപ്പം ഞാൻ മാളു സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈവനിങ് അവർ വരും, എന്തെങ്കിലും നമ്മൾ ചായ കുടിക്കും. ചായ ഞാൻ ഒഴിവാക്കിയാണ്, ഞാൻ ചായ കുടിക്കില്ല. എന്തെങ്കിലും കടി കൊണ്ടുവരാണെങ്കിൽ അത് കഴിക്കും. പിന്നെ നൈറ്റ് അങ്ങനെ. അപ്പോൾ ഈവനിങ് ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വ്ളോഗ് ഞാനിന്ന് ഈവനിങ് പോസ്റ്റും ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ ഈവനിങ് എൻ്റെ ആ ഒരു വ്ളോഗും കാണാം. അപ്പോൾ മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോസിൽ കാണുന്നവരെ ബൈ.